ദൈവവചനം പഠിക്കേണ്ടത് അതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായി ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ദൈവവചനം പഠിക്കണമെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്? ദൈവവചനം ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്? ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനായി സാധിക്കും? സഭയുടെ അടിസ്ഥാനപരമായ പ്രമാണമെന്നത് ദൈവവചനത്തിൽ അധിഷ്ഠിതമാക്കപ്പെട്ടതാണ്. വചനമാണ് ജനത്തെയും സഭയെയും നമ്മെ വ്യക്തിപരമായും ഓരോ ദിവസവും നയിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ ദൈവജനത്തോട് ഓർമ്മിപ്പിക്കുന്നത് പോലെ തലമുറകളെ ദൈവവചനം പഠിപ്പിക്കുക എന്നത് ഒരു പാരൻ്റൽ റെസ്പോൺസിബിലിറ്റിയാണ്. രക്ഷകർത്താക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ദൈവം ഏൽപ്പിച്ച ഒരു ചുമതലയാണ് കൃത്യമായി അടുത്ത തലമുറയ്ക്ക് ദൈവവചനം പരിപോഷണം നൽകുക. ഈ ദൈവവചന പരിപോഷണം നൽകുന്നതിൻ്റെ ആദ്യഘട്ടമായാണ് കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളിൽ നിന്നോ രക്ഷകർത്താക്കളിൽ നിന്നോ ദൈവവചനം പഠിച്ച് തുടങ്ങുന്നത്. കുഞ്ഞിൻ്റെ അധരങ്ങളിൽ നിങ്ങൾ നൽകുന്ന ഈ ദൈവവചനങ്ങളാണ് ഈ കുഞ്ഞ് വളർന്ന് സമൂഹത്തിൽ, കുടുംബത്തിൽ, ദേശത്തിൽ, സഭയിൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്തുന്നതിന് സഹായകമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ വചനം പഠിപ്പിക്കുന്നവർ, വചനം പഠിക്കുന്നവർ, ഇവർ രണ്ടുപേരും ഒരുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അർഹരാണ്. സഭയിലേക്ക് വരുമ്പോൾ ദൈവവചനം പഠിപ്പിക്കുക എന്നൊരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് സൺഡേ സ്കൂൾ അധ്യാപകരെയാണ്. അവരിലൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് രണ്ടാമത്തെ ഘട്ടമായി ദൈവവചനം ദൈവം നൽകാനായി ശ്രമിക്കുക. അതുകൊണ്ടാണ് അധ്യാപകരുടെ ശുശ്രൂഷ ഏറ്റവും വിലയേറിയ ഒരു ശുശ്രൂഷയാണ് എന്ന് നമ്മൾ പറയുന്നതും നമ്മുടെ ആരാധനയിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ അവരെ നമ്മൾ ഓർക്കുന്നതും അവരുടെ ശുശ്രൂഷകൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതും. വേദപുസ്തകത്തിൽ ബൈബിൾ എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് എന്ന് നമ്മളൊന്ന് ചെറുതായി അവലോകനം ചെയ്ത് നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കും. പഴയ നിയമത്തിൽ ദൈവം ബൈബിള് പഠിക്കാനായി അല്ലെങ്കിൽ ന്യായപ്രമാണം പഠിക്കാനായി ഒരു ക്രമം വച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്രമം എന്നത് ആവർത്തന പുസ്തകം 31-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ആവർത്തന പുസ്തകം 31-ാം അധ്യായം. ദൈവജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടി വരുത്തിയതിന് ശേഷം മോശ ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുകയാണ്. കൽപ്പനകൾ കൂടാതെ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളെല്ലാം മോശ കൃത്യമായി എഴുതി സൂക്ഷിച്ചു. ഇനി അതുകൊണ്ട് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 9-ാമത്തെ തിരുവചനം മുതൽ. അനന്തരം മോശ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിൻ്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു. ദൈവം നൽകിയ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ, എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തിയ ഉപപ്രമാണങ്ങൾ, ഇവയെല്ലാം മോശ വ്യക്തമായി എഴുതി തയ്യാറാക്കി ഏൽപ്പിക്കുകയാണ്. ആരെയാണ് ഏൽപ്പിച്ചത്? ഒന്നാമത്തത് യഹോവയുടെ നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ അത് ഏൽപ്പിച്ചു. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം ദൈവം സൂക്ഷിക്കാനായും ജനത്തിന് കൊടുക്കാനായും ആദ്യം ഏൽപ്പിച്ചത് ആരെയാണ്? ലേവ്യ പുരോഹിതന്മാരെയാണ്. രണ്ടാമത് ഇസ്രായേലിലെ എല്ലാ മൂപ്പന്മാരെയും. പുരോഹിതന്മാർ കഴിഞ്ഞാൽ അടുത്ത് അത് ചെയ്യേണ്ട ചുമതല ആർക്കാണ്? മൂപ്പന്മാരാണ്. മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ ഓരോ ഗോത്രത്തിൻ്റെയും തലവന്മാർ അല്ലെങ്കിൽ ഓരോ ഗോത്രപിതാക്കന്മാർ. ഓരോ ഗോത്രങ്ങളുണ്ടല്ലോ, 12 ഗോത്രങ്ങൾക്കും ഓരോ സമയത്ത് ഓരോ ലീഡേഴ്സ് ഉണ്ടാകും. അതിന് ചെറിയ ചെറിയ ഗണങ്ങളായിട്ട് തിരിക്കും. അതിന് ഓരോരോ നേതാക്കന്മാരുണ്ടാകും. ഇവരെ ആണ് രണ്ടാമത് ഈ ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മനോഹരമായി എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം ഈ വചനം വെറുതെ ഇരുന്നാൽ ഈ വചനം കൊണ്ടൊരു പ്രയോജനവുമില്ല. ഈ ദൈവവചനം ജനത്തിൻ്റെ അരികിലേക്ക് എത്തിക്കണം. ജനത്തിന് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകണം. ഈ വചനത്തിലൂടെ ദൈവജനം അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി ദൈവം മോശയോട് പറഞ്ഞതനുസരിച്ച് ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞ പ്രകാരം മോശ
ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ ലേവി പുരോഹിതന്മാരെ ഏൽപ്പിക്കുന്നു. ഈ പുരോഹിതന്മാരുടെ ചുമതല വചനം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിലൂടെ ദൈവജനം അനുഗ്രഹിക്കപ്പെടണം, ദൈവജനം വിടുതൽ പ്രാപിക്കണം, രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകണം, ബന്ധനങ്ങളിൽ നിന്ന് അവർ വിമോചിതരാകണം. ഇതെല്ലാം ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതിനുശേഷം മൂപ്പന്മാർ അവരിലൂടെ ഈ ദൈവത്തിൻ്റെ വചനം എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം. അതാണ് നമ്മുടെ സഭയിലും ഈ നാളുകളിൽ നമ്മൾ ചെയ്തു വരുന്നത്. സഭയിൽ ഒരു വൈദികനോ ഒരു ശുശ്രൂഷകനോ ഉണ്ടാകും. അദ്ദേഹത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട ദിവസങ്ങളിലോ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ ഘട്ടം നിങ്ങളിലേക്ക് അത് എത്തുന്നത് ആരിലൂടെയാണ്? ഈ സൺഡേ സ്കൂൾ അധ്യാപകരാകുന്ന മൂപ്പന്മാരിലൂടെയാണ്. അവരിലൂടെയാണ് ഈ വചനം എല്ലാവരുടെ ഇടങ്ങളിലേക്കും മക്കളുടെ ഉള്ളിലേക്ക് ദേശങ്ങളിലേക്ക് എല്ലാം എത്തിക്കുക എന്നത് ഈ മൂപ്പന്മാർ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകർ അല്ലെങ്കിൽ സഭയിലെ ചർച്ച് എൽഡേഴ്സ് ഇവരുടെയൊക്കെ ചുമതലയാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വത്തിലാണ് ദൈവവചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നത്. അവിടെ ഒരു വൈദികൻ എന്നുള്ളതല്ല, അവിടെയുള്ള സകലർക്കും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം എന്നതാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. അവരോട് ഒരു കൽപ്പന കൊടുക്കുകയാണ്. കൽപ്പന എന്നത് 10-ാമത്തെ വാക്യത്തിലുണ്ട്. 7 സംവത്സരം കൂടുമ്പോഴുള്ള വിമോചന സംവത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരണം. ഒന്നാമത് പറയുന്നത് 7 വർഷങ്ങൾ കൂടുമ്പോൾ, ഓരോ 7 വർഷങ്ങളിലും എല്ലാ ഇസ്രായേൽ ജനങ്ങളും ഓരോ വർഷവും തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. ആ സ്ഥലത്ത് കൂടാര പെരുന്നാൾ ആചരിക്കാനായിട്ട് വരണം. കൂടാര പെരുന്നാൾ എന്നത് ഇവരിപ്പോൾ സ്വന്തമായി ഒരു സ്ഥലമൊക്കെ കിട്ടി താമസിക്കുന്നവരല്ല. ഓരോ സ്ഥലങ്ങളിൽ പോയി കൂടാരം അടിച്ച് താമസിക്കുകയാണ്. ഈ കൂടാരം അടിച്ചതിന് നടുവിൽ ദൈവം അവർക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് സമാഗമന കൂടാരം. അങ്ങനെ ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്നു എന്നതിൻ്റെ ദൈവിക അനുഭവത്തിന് പറയുന്ന പേരാണ് ദൈവം മനുഷ്യരോട് കൂടെ വന്ന് വസിച്ചതിൻ്റെ സന്തോഷമായി അവർ ആഘോഷിക്കുന്ന ആഘോഷമാണ് കൂടാര പെരുന്നാൾ. അങ്ങനെ ഈ കൂടാര പെരുന്നാൾ 7 വർഷങ്ങൾ കൂടുമ്പോൾ അവർ ആചരിക്കും. ഈ 7 വർഷങ്ങൾ, ഓരോ 7 വർഷത്തിലും എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി വരും. ഒരുമിച്ച് കൂടി വന്നിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇനി വായിക്കുന്നത്. നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ വരണം. 12-ാമത്തെ വാക്യം. ആരൊക്കെ വരണം? പുരുഷന്മാർ വരണം, സ്ത്രീകൾ വരണം, കുട്ടികൾ വരണം. ഇവർ മാത്രമല്ല, ആ ദേശത്തുള്ള പരദേശികൾ ആരെല്ലാമാണോ ആ ദേശത്തുള്ളത് അവരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടത്, ഇവരെല്ലാവരും കേട്ട് പഠിക്കേണ്ടതിന്, നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടേണ്ടതിന്, ന്യായപ്രമാണത്തിലെ ഓരോ കാര്യങ്ങളും പ്രമാണിക്കേണ്ടതിനും, അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനം എല്ലാവരും കേൾക്കെ വായിക്കണം. അതാണ് പറഞ്ഞത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ വചനം എല്ലാവരും കേൾക്കെ വായിക്കണം. എന്തിനു വേണ്ടിയാണ് അത് വായിക്കേണ്ടത്? ദൈവത്തിൻ്റെ ജനത്തിന് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 11-ാമത്തെ വാക്യത്തിലാണ്. ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലിയരും കേൾക്കെ അവരുടെ മുൻപിൽ വായിക്കണം. എല്ലാവരും കേൾക്കെ വായിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ യുവജന വാരം നമ്മൾ ക്രമീകരിച്ചപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം എന്താണ്? ദൈവം നമുക്ക് നൽകിയ ദൈവവചനത്തെ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ, എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ നമ്മളത് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ ഇത് ആര് പറഞ്ഞ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്? ദൈവം പറഞ്ഞ ഒരു ക്രമമനുസരിച്ച് മാത്രമാണ് നമ്മൾ ആ ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ വചനം വായിച്ചത്. ആർക്കൊക്കെ വേണ്ടിയാണ് വായിച്ചത്? ആർക്കൊക്കെ വേണ്ടിയാണ്? എല്ലാ സ്ത്രീകൾക്കും, എല്ലാ പുരുഷന്മാർക്കും, എല്ലാ മക്കൾക്കും. ഇത് കൂടാതെ എന്തിനാണ് എല്ലാവരും കേൾക്കെ വായിച്ച് കേൾപ്പിക്കേണ്ടത്? നിങ്ങളുടെ ഇടയിൽ വന്ന് താമസിക്കുന്ന പരദേശികളായിട്ടുള്ളവരും ദൈവത്തിൻ്റെ വചനം കേൾക്കണം, കേൾപ്പിക്കണം, വായിച്ച് അറിയിക്കണം. അത് ദൈവത്തിൻ്റെ ചട്ടമാണ്, അത് ദൈവത്തിൻ്റെ നിയമമാണ്. നമുക്കത് ചെയ്യാതിരിക്കാൻ ദൈവം പെർമിഷൻ തന്നിട്ടില്ല. നമ്മളത് വായിച്ച് അറിയിക്കുക എന്നത് ദൈവത്തിൻ്റെ മക്കളോട് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ദേശത്ത് ദൈവത്തിൻ്റെ വചനത്തെ ജനത്തിന് കൊടുക്കുന്നത്.
ഒരു ദേശത്ത് ദൈവത്തിൻ്റെ വചനത്തെ തുറന്നു കൊടുക്കുന്നത് ഇതുപോലെയാണ്. എല്ലാവരും ഒരുമിച്ച് വരണം, ഒരുമിച്ച് വായിക്കണം, അതിലൂടെ ദേശത്ത് ദൈവത്തിൻ്റെ വചനത്തെ നിറയ്ക്കണം. ഈ ഒരു ശുശ്രൂഷ നമ്മളെ എല്ലാവരെയും ദൈവം ഏൽപ്പിച്ചിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ നമുക്കെപ്പോഴും ഒരു ബൈബിൾ അടിസ്ഥാനം ഇതിനെല്ലാത്തിനും ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് എന്ത് കൊടുത്തു? ദൈവത്തിൻ്റെ വചനം മോശയിലൂടെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ വചനം ഒരു ന്യായപ്രമാണത്തിൻ്റെ പുസ്തകമാക്കി അതിനെ നിങ്ങൾ അടച്ചു വച്ചതുകൊണ്ട് കാര്യമില്ല. എല്ലാവരിലേക്കും അത് എത്തണം. അതിനുവേണ്ടി കൂടാരപ്പെരുന്നാൾ 7 വർഷത്തിലൊരിക്കൽ നിങ്ങൾ ആചരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരികയും എല്ലാവരും കേൾക്കെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിച്ച് കേൾപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം. എന്തൊക്കെയാണ് അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്? 12-ാമത്തെ വാക്യം, നിങ്ങൾ കേട്ട് പഠിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തിനാണ് ദൈവം വചനം നമ്മൾ വായിക്കുന്നത്? വായിക്കുന്നതിലൂടെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു? കേട്ട് പഠിക്കണം. ഒന്നാമത്തെ കാര്യം, വചനം നമ്മൾ കേൾക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കേട്ട് പഠിക്കണം. നമ്മൾ വചനം കേട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പഠിച്ചുകൊണ്ടിരിക്കണം. വീട്ടിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓഡിയോ ബൈബിളൊക്കെ നമുക്ക് മൊബൈലിൽ നിന്ന് കിട്ടും. എന്ത് ചെയ്യണം? ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയോ ബൈബിളൊക്കെ ഒന്ന് ഓണാക്കിയിട്ടിരിക്കണം. അതുപോലെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹെഡ്സെറ്റൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ ഓഡിയോ ബൈബിൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ അതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കേട്ടുകൊണ്ടേയിരിക്കണം. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരും. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നോ ആ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങളിത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണം. ഈ ദൈവവചനം എവിടെ കേൾക്കുന്നോ അവിടെ സസ്യജാലങ്ങൾക്ക് പോലും എന്തുണ്ടാകും? വലിയ മാറ്റം ഉണ്ടാകും. സസ്യജാലങ്ങൾക്ക് പോലും ജീവജാലങ്ങൾക്ക് പോലും ഭയങ്കരമായ ബ്ലെസ്സിങ്സ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്മുടെ സംഭാഷണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ഒത്തിരി തിന്മകൾ നമ്മുടെ വീട്ടിനുള്ളിലുള്ള അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കും. ഇത് നീങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് പറയുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിൽ എന്ത് വായിച്ച് കേൾപ്പിക്കണം? ദൈവവചനം വായിച്ച് കേൾപ്പിക്കണം. നമുക്കൊരു പക്ഷേ സമയമില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചെറിയ കാര്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം. നമ്മുടെ അമ്മമാർ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന കുറച്ച് സമയമുണ്ട്. അത്രയും സമയം 1 മണിക്കൂറാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന വീട്ടിലെ അടുക്കളയിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു മൊബൈൽ ഓണാക്കി വെച്ച് വചനം എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ വചനത്തിൻ്റെ പ്രത്യേകത, ഇത് കേട്ടു പഠിക്കുമ്പോൾ ഒരു അനുഗ്രഹമാണ്. നിങ്ങളിത് കേട്ടു പഠിക്കുക, അത് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, 12-ാമത്തെ വാക്യത്തിൽ, ദൈവമായ യഹോവയെ നിങ്ങൾക്ക് ഭയപ്പെടണം. അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ദൈവത്തോടുള്ളൊരു ഭയം നമുക്കുണ്ടാകും. അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ളൊരു ഭയമല്ല, ദൈവത്തോട് ചേർന്ന് വരാനുള്ളൊരു താല്പര്യം അതിലോടുകൂടെ നമുക്ക് കിട്ടും. 13-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കാനായിട്ട് വേണ്ടിയാണ് ഇത് വായിച്ച് കേൾപ്പിക്കാനായിട്ട് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കണം, അതിനു വേണ്ടി. പിന്നെയോ അതിൽ നടക്കാൻ വേണ്ടി. ഇങ്ങനെ 4 കാര്യങ്ങൾ ഈ വചനം വായിച്ച് കേൾപ്പിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മക്കൾക്ക് ആ ദേശത്ത് ഉണ്ടാകും. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ വചനം നമ്മൾ മാത്രം വായിച്ചാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ലഭിക്കുന്ന സമയത്ത് നമ്മളത് വായിച്ച് കേൾപ്പിക്കണം. അത് സഭയിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ജോലി സ്ഥലത്തായിരുന്നാലും ദൈവം പറയുന്നു, എന്നെയും എൻ്റെ നാമത്തെയും ആരെല്ലാം ഏറ്റുപറയുന്നു, ആരെല്ലാം പരസ്യമായിട്ട് എൻ്റെ വചനങ്ങളെ ഏറ്റെടുത്ത് പറയുന്നു, അവരെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവവചനത്തിന് ദൈവം വലിയ വിലയാണ് നൽകിയിട്ടുള്ളത്. ദൈവവചനത്തെ ആരെല്ലാം ഏറ്റെടുക്കുന്നു, ആരെല്ലാം ദൈവവചനം വായിക്കുന്നു, ആരെല്ലാം ദൈവവചനം പ്രമാണിക്കുന്നു, വചനത്തിലൂടെ ആരൊക്കെ ദൈവത്തെ ഇഷ്ടപ്പെടുന്നു, ദൈവത്തെ അനുസരിച്ച് നടക്കാൻ താല്പര്യപ്പെടുന്നു, അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ലിവിങ് ആൻഡ് ആക്റ്റീവായി എപ്പോഴും പ്രവർത്തിക്കും. ആ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഏതൊക്കെ മേഖലയിലാണോ നിങ്ങൾ നിരാശപ്പെടുന്നത്, സങ്കടമുള്ളത്, നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയത്, അതിനെയെല്ലാം വീണ്ടും ജീവസുറ്റതാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ വചനത്തിനല്ലാതെ ഈ ലോകത്തിൽ മറ്റൊരു ശക്തിക്കും സാധിക്കുന്നതല്ല. അതുകൊണ്ട് വചനം വായിക്കണം, കേൾക്കണം, വായിച്ച് കേൾപ്പിക്കണം. വെളിപാട് പുസ്തകത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്, ഈ വചനത്തിലെ പ്രമാണങ്ങൾ നിങ്ങൾ മുദ്രയിട്ട് വയ്ക്കണം. ഇത് വായിക്കുന്നവൻ,
കേൾക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവർ, ഇവരെല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യപ്പെടും? അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തന്നു, ആവർത്തന പുസ്തകം 31 അധ്യായത്തിൽ നിന്ന്. രണ്ടാമത് യോശുവയുടെ പുസ്തകം 8 അധ്യായം 34 വചനം. യോശുവയുടെ പുസ്തകം 8 അധ്യായം 34 വചനം. യോശുവ 8:34. ദൈവം യോശുവയിലൂടെ ഇസ്രായേൽ മക്കളെ മുന്നോട്ട് നയിക്കുകയാണ്. നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം അവരോട് പറയുന്ന കാര്യം, അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണങ്ങളെല്ലാം വായിച്ചു. കേട്ടോ? അപ്പോൾ വചനത്തിനുള്ളിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ ഈ വചനത്തിനുള്ളിൽ അനുഗ്രഹവുമുണ്ട്, ഏതുമുണ്ട്? ശാപവുമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും എന്ത് ചെയ്യണം? വായിച്ച് മനസ്സിലാക്കണം. ശാപം മാത്രമായിട്ടല്ല നമ്മളോട് വായിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അനുഗ്രഹം കിട്ടുന്ന വചനങ്ങൾ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വായിക്കേണ്ടത്. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. 34 വാക്യം വായിച്ച്, അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും. നമുക്കതിനെ ചോദ്യം ചെയ്യാനായിട്ട് അവകാശമില്ല. വചനത്തിൽ എന്തെല്ലാം എഴുതിയിരിക്കുന്നു അതെല്ലാം ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതാണ്. വചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും, വചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ എല്ലാ വചനങ്ങളും അവർ വായിച്ച്, എന്നിട്ട് പറയുന്നു അതിനകത്തുള്ള അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ, അതിനകത്തുള്ള ശാപത്തിൻ്റെ ന്യായപ്രമാണ വചനങ്ങളെല്ലാം ദൈവജനം വായിച്ചു കേൾപ്പിച്ചു. ഇനി വായിച്ച് അതിന് താഴോട്ട്, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? സ്ത്രീകളും കുട്ടികളും ഇസ്രായേൽ സഭ മുഴുവനും, അവരോട് കൂടെ വന്നിരുന്ന പരദേശികൾ, അവിടെ ഉണ്ടായിരുന്ന പരദേശികൾ, മറ്റുള്ള ആൾക്കാർ, അവരൊക്കെയും കേൾക്കെ യോശുവ മോശ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല. ഒന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല. എല്ലാ വചനങ്ങളും വായിച്ച് കേൾപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും വായിച്ച് പഠിക്കാനായിട്ട് ഓരോ ദിവസവും നിങ്ങളൊരു ഭാഗമൊക്കെ എടുത്ത് കൊടുത്തു കഴിയുന്നത് നന്നായിരിക്കും. നമ്മൾ സാധാരണ വായിക്കാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ വായിക്കും? 1 സങ്കീർത്തനം 23, 100, 121 ഇങ്ങനെ കുറച്ച് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ 91 ഇടവിടാതെ വായിച്ചുകൊണ്ടിരിക്കും. ഇത് കൂടാതെ ധാരാളം ഉണ്ട് ഇതിനകത്ത്. നമ്മളിതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം പറഞ്ഞിട്ടുള്ളത് ഇതിനകത്തൊന്നും എന്ത് ചെയ്യരുത്? വിട്ട് കളയരുത്. ഇതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ ബൈബിൾ 1-2 പ്രാവശ്യം വായിച്ച് തീർത്തു, ഇനി ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വായിച്ചത് കൊണ്ട് തീരുന്നതല്ല ബൈബിൾ. കേട്ടോ? വായിക്കുന്നതിനനുസരിച്ച് നമ്മളെ ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ വചനത്തോട് ഇടപെടുന്നതിന് അനുസരിച്ച് വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഈ പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, വേണമെങ്കിൽ എഴുതി വെച്ചോളണം. വചനം വായിക്കുന്നതിനനുസരിച്ച് ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു പ്രത്യേക സമയം മാറ്റിവെച്ച് ദൈവവചനം വായിക്കാനായി നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. കൂടുതൽ സമയമൊന്നും വേണ്ട. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒരു ദിവസം 30 മിനിറ്റ്സ് നിങ്ങൾ ദൈവവചനം വായിക്കാനായി നിങ്ങളൊന്ന് സമയം മാറ്റിവെക്കണം. വായിച്ചിട്ട് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു ചെറിയ ഡയറിയോ ബുക്കോ എടുത്ത്, ഞാൻ ഇന്ന ദിവസം ഇന്ന ഭാഗം വായിച്ചു, ഇന്നത് അർത്ഥമാണ് എനിക്ക് മനസ്സിലായത്, നിങ്ങൾ ചുരുക്കം 1-2 പോയിൻ്റായിട്ട് എഴുതി വയ്ക്കണം. അങ്ങനെ നിങ്ങൾ ദൈവവചനം പഠിക്കണം. നമ്മൾ വായിക്കുന്നത് എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് അത് സംഗ്രഹിക്കപ്പെടും. അങ്ങനെ നമ്മൾ വചനം ഓരോ ദിവസവും പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വേർതിരിക്കുന്ന ഈ സമയത്തിന് തക്കവണ്ണം ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാതെ വിടുവോ? ഇല്ല. കൃത്യമായി ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. ഇനി നമ്മൾ 3-ാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 8 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. നെഹമ്യാവിൻ്റെ പുസ്തകം 8 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ ദൈവം ഒരു ബൈബിൾ സ്റ്റഡി എങ്ങനെയായിരിക്കണമെന്നതാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിലൂടെ നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഒരു ബൈബിൾ സ്റ്റഡി ക്രമീകരിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കൾ വചനം പഠിക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, ആദ്യം എന്ത് ചെയ്യണം? വചനം വായിച്ച് കേൾപ്പിക്കണം. രണ്ടാമത് ഒന്നും വിട്ടുപോകാതെ എന്ത് ചെയ്യണം?
വായിച്ച് കേൾപ്പിക്കണം. മൂന്നാമത്, വായിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഈ ഭാഗത്തിനുള്ളിലുള്ളത്. ദൈവവചനം വായിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 8-ാം അധ്യായം നെഹമ്യാവിൻ്റെ പുസ്തകം. ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, 7-ാം മാസം എല്ലാ ജനത്തെയും നീർവാതിലിൻ്റെ അരികിൽ, വാട്ടർ ഗേറ്റിൻ്റെ അരികിൽ അവരെല്ലാവരെയും ഒരു സ്ഥലത്ത്, ഒരു വിശാലമായ ഒരു സ്ഥലത്ത് വന്നുകൂടാനായിട്ട് പറഞ്ഞു. എന്നിട്ട് എസ്രാ ശാസ്ത്രി 7-ാം മാസം 1-ാം തീയതി എസ്രാ എന്ന പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ കഴിയുന്ന സകലരുടെയും മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. ജനം രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണം വായിച്ചു. വെറുതെ ഇരുന്നു, അവർ ന്യായപ്രമാണം വായിച്ചു. അതിനുശേഷം നമ്മൾ ദൈവവചനം വായിച്ചു. അപ്പോൾ വായിച്ചിട്ട് വെറുതെ ഇരുന്ന് നമുക്കത് ആകുമോ? ഇല്ല, നമ്മൾ അതിനെ ധ്യാനിക്കണം. ചില സമയത്ത് നമുക്ക് ആരുടെയെങ്കിലും ഒരു സഹായം വേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ വായിക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയ ഒരു പ്രസംഗപീഠം ഉണ്ടായിരുന്നു. ഏത് ആവശ്യത്തിന് വേണ്ടി? ജനങ്ങൾക്ക് ബൈബിളിൽ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാനായി ഉണ്ടാക്കിയ ഒരു പ്രസംഗപീഠം. അതിന് പറയുന്ന പേരാണ് പുൽപിറ്റ്. എന്തുണ്ടായിരുന്നു അവിടെ? ഒരു ചെറിയ പുൽപിറ്റ് ഉണ്ടായിരുന്നു. ആ പുൽപിറ്റിൽ എസ്രാ ശാസ്ത്രി അല്ലെങ്കിൽ പുരോഹിതൻ അദ്ദേഹം കയറി നിന്നു. അദ്ദേഹത്തിൻ്റെ വലത്ത് ഭാഗത്ത് കുറേ പേരുണ്ടായിരുന്നു, ഇടത്ത് ഭാഗത്തും കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ പുരോഹിതൻ അത് പറഞ്ഞു കൊടുത്തു, കൂടെയുള്ളവർ ജനത്തിനത് വിവരിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവം നിയോഗിച്ചത് എങ്ങനെയാണ്? ലേവ്യ പുരോഹിതന്മാരെയും അവരോട് കൂടെ മൂപ്പന്മാരെയും. അതേ സെയിം സ്ട്രാറ്റജി എസ്ര ഫോളോ ചെയ്യുകയാണ്. എസ്ര എന്ന പുരോഹിതൻ അല്ലെങ്കിൽ എസ്ര ശാസ്ത്രി പുൽപുറ്റിൽ കയറി നിന്ന് വചനം എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്കി ഇടത്തും വലത്തുമുള്ള മൂപ്പന്മാരാകുന്നവരെ പറഞ്ഞു, നിങ്ങൾ പോയി, സഹപുരോഹിതന്മാരായിരിക്കാം, അവരോടും പറഞ്ഞു, നിങ്ങൾ പോയി ജനത്തോട് ഇത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ദൈവവചനം പഠിക്കുകയാണ്. 5-ാം വാക്യത്തിൽ, സകല ജനവും കാണുകെ പുസ്തകം വിടർത്തി, ജനമെല്ലാം അപ്പോൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ദൈവവചനം പഠിക്കാനായി വചനം എടുത്തപ്പോൾ വചനം കേൾക്കാനായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. അപ്പോൾ ദൈവവചനം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരെ ആദ്യം സ്തുതിക്കണം? ദൈവത്തിന് സ്തുതിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു വചന ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ്, അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കും? ദൈവത്തെ പാടി സ്തുതിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും വചനം പഠിക്കാനായി ശ്രമിക്കുന്നത്. എന്നിട്ട് ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. അപ്പോൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാകണം. ജനം വചനം കേട്ട് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ പറയേണ്ട ഒരു വാക്കാണ് ആമേൻ. ദൈവവചനത്തിലൂടെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ദൈവജനത്തോട് ദൈവം പറഞ്ഞതാണ് ആമേൻ പറഞ്ഞ് നിങ്ങൾ അതിനെ ഏറ്റെടുക്കണം. ആമേൻ, കർത്താവേ നീ എന്നോടാണ് സംസാരിച്ചത്, ആമേൻ എന്ന് പറഞ്ഞ് പ്രതിവാക്യം പറഞ്ഞ് അതിനെ ഏറ്റെടുക്കണം. എപ്പോൾ വേണമെങ്കിലും ഒരു വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം അത് നൽകുന്നത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കണം. ഈ ജനങ്ങൾ ആമേൻ എന്ന് പറഞ്ഞ് പ്രതിവചനം പറഞ്ഞ് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. 8-ാം വാക്യത്തിൽ ജനത്തിന് ന്യായപ്രമാണത്തിൻ്റെ പൊരുൾ അങ്ങനെ തിരിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് ഒരു ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ. ആദ്യം എന്ത് ചെയ്യണം? വചനം വായിക്കുന്നതിന് മുമ്പ് ആ ഒരു ഒരുക്കം ഉണ്ടാകണം. എല്ലാവരും ഒരുമിച്ച് വരണം, ദൈവത്തെ പാടി സ്തുതിക്കണം, വചനം വായിക്കണം. പ്രതിവാക്യമായി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒരുമിച്ച് വായിക്കണം. ഒരുമിച്ച് വായിച്ചിട്ട് ദൈവം ഇടപെടുന്ന കാര്യങ്ങളിൽ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിക്കണം. എന്നിട്ട് പൊരുൾ സ്വീകരിക്കണം. പൊരുളിനെ വ്യാഖ്യാനിച്ച് കൊടുക്കുമ്പോൾ അത് ഏറ്റെടുക്കാനായി ശ്രമിക്കണം. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വായിച്ചത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? സൺഡേ സ്കൂൾ അധ്യാപകരാണ്. നിങ്ങളുടെ വലിയൊരു ജോലിയാണത്. നിങ്ങളുടെ അരികിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പാട്ടിലൂടെയോ ഒരു കഥയിലൂടെയോ ഒരു ചെറിയ വചനത്തിലൂടെയോ നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് നൽകുകയാണ്. ഇത് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ വലിയൊരു പൊരുൾ ഇങ്ങനെ തിരിച്ചു കിട്ടുകയാണ്.
ചെറിയ പ്രായം മുതലേ ആ കുഞ്ഞിനെ കുറിച്ച് പറയുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. പൊരുൾ തിരിച്ചു കൊടുക്കുന്നു. കുഞ്ഞിന് നിങ്ങൾ പൊരുൾ തിരിച്ചു കൊടുക്കുന്നു. പൊരുൾ തിരിച്ചു കൊടുക്കുന്നതിലൂടെ കുഞ്ഞ് അല്ലെങ്കിൽ മുതിർന്നവർ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ സമയത്ത് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയുള്ള മക്കളാണ്. അവരോട് പറയുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ വചനം കേട്ടല്ലോ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാണ്. അപ്പോൾ വചനം കേൾക്കുന്ന എല്ലാവരോടും ദൈവം ഒന്നാമത് പറയുന്നത്, നിങ്ങളെ ദൈവം തള്ളിക്കളയില്ല, നിങ്ങളെല്ലാവരും ദൈവത്തിന് വിശുദ്ധിയോടെ ജീവിക്കേണ്ട ദൈവത്തിൻ്റെ മക്കളാണ്. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കരുത്. വാക്യം 9. ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെയല്ല കേൾക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഒരാൾ വചനം പറയുമ്പോൾ അയാളിലൂടെ ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ദുഃഖങ്ങൾ നീങ്ങിപ്പോകണം എന്നതാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ദുഃഖങ്ങളുള്ള അനേകരിവിടെയുണ്ട്. എൻ്റെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഭയങ്കരമായ ദുഃഖങ്ങൾ ഉള്ളിൽ ഉള്ളവരുണ്ട്. എങ്ങനെയാണ് ഈ ദുഃഖങ്ങൾ മാറ്റാനായിട്ട് സാധിക്കുക? നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ദുഃഖകരമായ അവസ്ഥയെയും കഴുകി വെടിപ്പാക്കി നിങ്ങളെ നിർമ്മലീകരിക്കാനായി ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് അങ്ങനെ ഒരു ഹീലിംഗ് പവറുണ്ട്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയങ്കരമായ ദുഃഖങ്ങൾ എത്ര വലുത് തന്നെയായിരുന്നാലും കർത്താവ് അതിനെ കഴുകി നീക്കി വെടിപ്പാക്കി നിങ്ങളെ സമാധാനത്തോടെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടക്കിയേക്കും. ഈ ജനങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ അവർക്ക് ഭയങ്കരമായ ദുഃഖം വന്നു, ഭയങ്കരമായ സങ്കടം വന്നു. ചിലപ്പോൾ ഒരു ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകും. അപ്പോൾ ദൈവം പറയുന്നു, നിങ്ങളെ തള്ളിക്കളയാൻ വേണ്ടി അല്ല അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്കുണ്ടാകുന്നത്. നിങ്ങൾ ദുഃഖിക്കുകയും കരയുകയും അരുത്. നിങ്ങളുടെ ദുഃഖം മാറണം, നിങ്ങളുടെ കണ്ണുനീർ മാറണം. നമ്മൾ എല്ലാ കാലവും ദുഃഖിച്ച് ജീവിക്കേണ്ടവരല്ല, എല്ലാ നാളും കണ്ണുനീരോടുകൂടെ ജീവിക്കേണ്ടവരല്ല. യേശു ഒരു വാഗ്ദത്തം നമ്മളോട് പറയും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അരികിലേക്ക് വരിക. എൻ്റെ അരികിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വചനം കേൾക്കാൻ വരണം, അതാണ് അതിൻ്റെ അർത്ഥം. മത്തായിയുടെ സുവിശേഷം വളരെ മനോഹരമായിട്ട് നമ്മോട് പറയും. 5-ാം അധ്യായവും മുതൽ 8-ാം അധ്യായം വരെ നമ്മളിന്ന് വായിച്ചു. അത് എന്താണ് അതിൻ്റെ അർത്ഥം? അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അരികിലിരുന്ന് നിങ്ങൾ വചനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ ദുഃഖമായാലും അത് മാറിപ്പോകും. അതിന് ഉദാഹരണമാണ് യേശുവിൻ്റെ പ്രിയ സ്നേഹിതയായ മാർത്തയുടെയും മറിയയുടെയും കുടുംബം. അവിടെ മറിയ ചെയ്തത് എന്താണ്? മറിയ യേശുവിൻ്റെ അരികിലിരുന്ന് വചനം കേട്ടുകൊണ്ടേയിരുന്നു. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ വീട്ടിൽ ഭയങ്കരമായ ഒരു ദുഃഖ സാഹചര്യം വന്നു. സഹോദരൻ മരിച്ചുപോയി. പക്ഷേ ആ ദുഃഖം മറിയയ്ക്ക് ഒരു ദുഃഖ കാരണമായി തീർന്നില്ല. കാരണം വചനം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അവൾ യേശുവിൻ്റെ അരികിലിരുന്ന് വചനം കേട്ടുകൊണ്ടേയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ദുഃഖങ്ങൾ മാറും, നമ്മുടെ കണ്ണുനീരുകൾ മാറും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ വചനം കേൾക്കാനായി യേശുവിൻ്റെ കാൽ കീഴെ നമ്മൾ ഇരിക്കണം. നമ്മൾ ഇരുന്നാൽ ദൈവം നമ്മളെ നിർത്തും. അതാണ് അതിൻ്റെ പ്രത്യേകത. ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമുണ്ടോ നമ്മളെ ദൈവം ഉറപ്പായിട്ട് നിർത്തിയിരിക്കും. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവം നിർത്തും. എന്നിട്ട് പറഞ്ഞു ദൈവത്തിൻ്റെ മക്കളോട്, നിങ്ങളാരും ദുഃഖിക്കരുത്. ആ വചനം ഒന്ന് വായിക്കാമോ? ഭയങ്കര ശക്തമായൊരു വചനമാണത്. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 9-ാം വചനത്തിൻ്റെ അവസാന ഭാഗം. നിങ്ങൾ ദുഃഖിക്കരുത്. ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ദുഃഖിക്കരുത്. 2, നിങ്ങൾ കരയുകയും അരുത്. എന്നെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടമുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ദുഃഖിക്കാനുള്ളവരല്ല, നിങ്ങൾ കരയാനുള്ളവരല്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം മാറ്റാൻ കഴിയും, നിങ്ങളുടെ കണ്ണുനീര് മാറ്റാൻ പറ്റും. ആ വാഗ്ദത്തം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ലോകത്തിൽ ആർക്കും നമ്മുടെ കണ്ണുനീര് മാറ്റാനായിട്ട് കഴിയില്ല. പക്ഷേ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദുഃഖവും മാറും, കണ്ണുനീരും മാറും, വേദനയും മാറും. നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തി ജീവിതം
വീണ്ടും സന്തോഷമുള്ളതായി തീരും. ദൈവത്തിന് നമ്മുടെ ലൈഫിനെ അങ്ങനെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വചനത്തെ ഒന്ന് താല്പര്യത്തോടുകൂടെ ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ദൈവം നൽകും. ഞാനിത് പറഞ്ഞത് വചനം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വിലയേറിയതാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഇന്നത്തെ ചിന്തകളെ നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലേക്ക് വരണം. ദൈവത്തിൻ്റെ മക്കളെ വചനത്തിലൂടെ അനുഗ്രഹിക്കാനായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ദൈവം പറഞ്ഞ സമയങ്ങളിൽ ഒരുമിച്ച് വന്ന് വചനം എല്ലാവരും കേൾക്കെ, ദേശം കേൾക്കെ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കണം. അത് ദൈവത്തിൻ്റെ ഒരു ചട്ടമാണ്. രണ്ടാമത്, അതിലൊന്നും വിടാതെ വായിച്ച് കേൾപ്പിക്കണം. നമുക്കിഷ്ടമുള്ളത് വായിച്ചും ഇഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കാനും അനുവാദമില്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതിനെ വെറുതെ വായിച്ച് വിടാനായിട്ട് പാടില്ല. ആ കാര്യം വായിച്ച് ദൈവത്തെ സ്തുതിച്ച് ആമേൻ പറഞ്ഞ് വചനത്തെ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ ദുഃഖം വചനം കേട്ടതിൻ്റെ പേരിൽ, വചനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ ദുഃഖങ്ങളെ ദൈവം മാറ്റിത്തരും. അതാണ് അതിൻ്റെ ബ്ലെസ്സിങ് കേട്ടോ. നമ്മുടെ ദുഃഖം മാറാനായിട്ട് വേറെ എന്തെങ്കിലും മരുന്നുണ്ടോ? ദൈവം പറയുകയാണ്, നിങ്ങൾ വചനത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖം മാറും. രണ്ട്, നിങ്ങളൊക്കെ ഒത്തിരി കണ്ണുനീരുണ്ടായിരിക്കും. മാനുഷികമായ ദുഃഖങ്ങളായിരിക്കും ഈ കണ്ണുനീരിനൊക്കെ കാരണം. ആരോട് പറഞ്ഞാലും നിങ്ങളുടെ കണ്ണുനീരൊന്നും ആരും തുടച്ചു തരില്ല. പക്ഷേ നിങ്ങൾ വചനത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, കർത്താവ് പറയുകയാണ്, നിൻ്റെ കണ്ണുനീര് മാറും, നിൻ്റെ കഷ്ടത മാറും. മറിയ കണ്ണുനീര് മാറ്റിയത് അങ്ങനെയാണ്. വചനത്തിൽ യേശുവിൻ്റെ അരികിൽ ഇരിക്കേണ്ട സമയത്ത് ഇരുന്നു. ഇതിനെയാണ് നമ്മൾ വായിക്കുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ നടക്കേണ്ടുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യണം? അഭ്യസിപ്പിക്കണം. അതിൻ്റെ അർത്ഥം, വചനം പഠിക്കേണ്ട സമയത്ത്, കേൾക്കേണ്ട സമയത്ത്, വായിക്കേണ്ട സമയത്ത് വായിച്ചു കഴിഞ്ഞാൽ വൃദ്ധനായാലും അവൻ അത് വിട്ടുപിരികയില്ല. ജീവിതത്തിൽ എത്ര സങ്കടം വന്നാലും നമ്മുടെ കണ്ണുനീരുകളെ ദൈവം ഒപ്പും. നമ്മുടെ ദുഃഖങ്ങളെ കർത്താവ് എടുത്ത് മാറ്റിത്തരും. ശക്തമായി നമ്മളെ മുന്നോട്ട് നയിക്കും. ദാവീദിൻ്റെ ജീവിതം നിങ്ങൾ നോക്കണം. ദുഃഖങ്ങൾ പെരുകിയ ഒരു ജീവിതമാണ്. ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ വന്നു. പക്ഷേ ദാവീദ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നറിയാമോ? ദാവീദ് ഇത്രയും ആശ്വാസകരമായ സങ്കീർത്തനങ്ങൾ നമുക്ക് എങ്ങനെയാണ് എഴുതി നൽകുന്നതെന്നറിയാമോ? ഒരേ ഒരു കാരണമാണ്, ദാവീദ് ദൈവത്തിൻ്റെ വചനങ്ങളെ ഇങ്ങനെ ഏറ്റെടുത്ത് സങ്കീർത്തനങ്ങളായിട്ട് എഴുതി. അതാണ് പ്രത്യേകത. ദൈവം കൊടുത്ത വചനങ്ങൾ ദാവീദ് എന്ത് ചെയ്തു? എഴുതി വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ദൈവം ഉള്ളിൽ കൊടുത്ത വചനത്തെ ദാവീദ് എഴുതി. ദാവീദ് അതിനെ എഴുതി കീർത്തനങ്ങളാക്കി മാറ്റിയപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറ്റപ്പെട്ടു. ദാവീദിൻ്റെ വേദനകൾ നമ്മുടെ വേദനകൾ മാറ്റാൻ തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആശ്വാസവചനങ്ങളായി തീർന്നു. ദാവീദ് ദുഃഖത്തിൻ്റെ മധ്യത്തിൽ എഴുതിയ സങ്കീർത്തനങ്ങളെല്ലാം ഇന്ന് നമ്മുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസകരമായ സങ്കീർത്തനങ്ങളാണ്. നിങ്ങൾ നോക്കണം, യഹോവ എൻ്റെ ഇടയനാകുന്നു. എന്തർത്ഥമുണ്ട് അതിന്? നിങ്ങൾ നോക്കുക, യഹോവ എൻ്റെ ഇടയനാകുന്നു, ഞാൻ ഒന്നിനും എന്ത് ചെയ്യില്ല, മുട്ടേണ്ടി വരില്ല. സങ്കടം മാറിയില്ലേ? ദാവീദ് പറയുകയാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. എന്നിട്ട് പറയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവനും എന്നെ പിന്തുടരും. ദുഃഖം മാറിയില്ലേ? കണ്ണുനീര് മാറിയില്ലേ? ആര് കൂടെയുണ്ടെങ്കിൽ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ വചനത്തിന് അങ്ങനെ ഭയങ്കരമായൊരു പവറുണ്ട്. നമ്മളതിനെ ഏറ്റെടുക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിൻ്റെ വചനം ജനത്തിന് അനുഗ്രഹകരമാണ്. ജനത്തിന് അത് നന്മയാണ്. അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ബോധ്യപ്പെടുത്തി നൽകുന്നതിന് വേണ്ടി വചനം വായിക്കാനും ദേശത്ത് വായിച്ച് കേൾപ്പിക്കാനും ഒന്നും വിടാതെ വായിക്കാനും ഞങ്ങളത് പഠിക്കുവാനും ഏറ്റെടുക്കുവാനും അതിലൂടെ ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ വേദനയും മാറുമെന്ന് അപ്പാ നീ ഞങ്ങളോട് പറഞ്ഞുവല്ലോ. ഇന്ന് എത്ര വലിയ സങ്കടത്തോടെ ആരെല്ലാം ഈ ആരാധനയിലുണ്ടോ, മാറാത്ത കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയോട് ചേർന്ന് വന്നിട്ടുണ്ടോ? കുടുംബങ്ങളിലെയും വ്യക്തി ജീവിതത്തിലെയും രോഗങ്ങളുടെയും ദുഃഖങ്ങൾ കാരണം നിരാശപ്പെടുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ വച്ചിട്ടുണ്ടെന്ന് ദൈവം നമ്മളോട് പറയുന്നുണ്ട്. ആ വചനത്തെ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. എല്ലാവരെയും വചനത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകണമേ. പ്രത്യേകിച്ച് വചനം പഠിപ്പിക്കാനായി ഞങ്ങൾക്ക് നൽകിയ എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരെയും മറ്റു പ്രിയപ്പെട്ടവരെയും
അതിന് നേതൃത്വം നൽകുന്ന വൈദികരെയും ശുശ്രൂഷകരെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.